നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീരാപിള്ള. നമസ്കാരം രാജേഷ്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ നേതൃത്വത്തിലുള്ള മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണമൊക്കെ കൃത്യം സുഗമമായി എല്ലാം ഒരു തടസ്സവുമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ആർ സുഗതന്റെ ഒരു വിഷയം മാത്രമാണ് ഇപ്പൊ അവരുടെ മുന്നിലുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, മാലിന്യം നീക്കം ചെയ്യൽ, ഇതെല്ലാം വളരെ സമയബന്ധിതമായി, അതായത് ഒരു ജീവനക്കാരെയും മാറ്റിയിട്ടില്ല, പഴയ നഗരസഭാ ജീവനക്കാരെ വെച്ച് തന്നെ പുതിയ സംവിധാനം, പുതിയ മെഷീനറി അവരെ ഉപയോഗിച്ച് ഇതെല്ലാം വീണ്ടും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സാധ്യമാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ചില കല്ലുകടികൾ വീണ്ടും വരുന്നു. ഇടയ്ക്കൊക്കെ മാലിന്യം കൊണ്ടിട്ട് ആറ്റുകാൽ പൊങ്കാല മോഡലിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ചീറ്റിപ്പോയി. ഇപ്പോൾ ഈ തെരുവ് നായകൾ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില നായപ്രേമികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതെനിക്കൊന്ന് അത് 18ാമത്തെ ഒരു അടവാണെന്ന് തോന്നുന്നു. ശരിക്കും ഇവർ വീണ്ടും, അതായത് ഇപ്പോഴും നഗരസഭയിൽ ഇനിയും തെരുവ് നായകളെ പിടികൂടാനുണ്ട്. അവരെ പലയിടത്തും വിദ്യാർത്ഥികളടക്കം പോകുന്നിടത്തൊക്കെ തെരുവ് നായകൾ ശല്യവുമായി പോകുന്ന പലയിടത്തുനിന്നും വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ ഇതിനെയൊക്കെ ഒരു സമയബന്ധിതമായ രീതിയിൽ ഇവയൊക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ നയപ്രേമികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഉദ്ദേശശുദ്ധി എന്താണ്? യഥാർത്ഥത്തിൽ രാജേഷ്, ഓരോ ദിവസവും ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ സമീപനം എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ CPM-ഉം കോൺഗ്രസും ജനങ്ങൾ കാണാൻ ജനങ്ങൾക്ക് സാധിക്കുന്നത് ഒരു നായകൻ, ആ നായകൻ ഈ ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന കാര്യങ്ങളുമായി വരുന്ന ചില പ്ലാനിങ്ങുമായി വരുന്നവരെ പൊളിച്ചടുക്കി വിടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വി വി രാജേഷ് എന്ന് പറയുന്ന മേയർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന അന്ന് മുതൽ തന്നെ ഇവർ പണി തുടങ്ങിയതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രതിസന്ധിയാണ് ഇത് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയപരമായി CPM-നോട് ചേർന്ന് നിന്ന് പൊരുതുകയാണ് അവർ ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ CPM-ന് സത്യത്തിൽ കഴിഞ്ഞ 45 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ വരുമാന മാർഗങ്ങളും നിലച്ചു എന്നുള്ളതാണ്. മറ്റ് നേരത്തെയൊക്കെ ആയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എന്ന് പറഞ്ഞ ഈ കുട്ടി സഖാക്കന്മാർക്കെല്ലാം രാവിലെ ഒരുങ്ങി പുറപ്പെടാമായിരുന്നു. ഇപ്പോ ഭരണമില്ല, സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തോട്ട് പോകാൻ കഴിയില്ല, ഒരു തരത്തിലുള്ള കൈയിട്ട് വാരലും നടക്കുന്നില്ല. അടുത്തത് പിന്നുണ്ടായിരുന്നത് കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ 7 അയലത്ത് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, വി വി രാജേഷ് ആണെങ്കിൽ അപാര പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അത് ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും വലിയ 2 പ്രശ്നമായിരുന്നു. ഒന്ന് മാലിന്യ പ്രശ്നവും, മറ്റൊന്ന് ഈ പറയപ്പെടുന്ന തെരുവ് നായ പ്രശ്നവുമായിരുന്നു. അതിൽ ഏറ്റവും ഗുരുതരം തെരുവ് നായ പ്രശ്നമായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ തെരുവ് നായ പ്രശ്നം. അപ്പൊ ഈ തെരുവ് നായ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ആദ്യം എടുത്ത തീരുമാനം ഈ 2 കാര്യം ഫലപ്രദമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുപോലെ ഗുഡ് ഗവേണൻസ്, അഴിമതി രഹിത ഭരണവും കൊണ്ടുപോവുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വി വി രാജേഷ് ഒരു നല്ല രാഷ്ട്രീയ നേതാവായി, നല്ല ഒരു മേയറായി, ഒരു പക്ഷേ കേരളം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരേ ഒരു മേയറെ ഉണ്ടാവുകയുള്ളൂ. അത് വി വി രാജേഷാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇടതും വലതും കൂടി വി വി രാജേഷിനെ എല്ലാവർക്കും പരിചിതനാക്കി മാറ്റി എന്നുള്ളതാണ്. VD സതീശനെ അറിയാത്തവർ പോലും ഒരു പക്ഷേ ഈ വി വി രാജേഷിനെയും അറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക്, കാരണം രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്ത ചിലർക്ക് ആരെ കണ്ടാലും ഒരുപോലെയാണ്. അപ്പൊ അങ്ങനെ ഈ VD സതീശൻ ആരാതൊന്നും അറിയാത്ത ചില ആൾക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും പക്ഷെ വി വി രാജേഷിനെ എല്ലാവരും പറയും. ആ രീതിയിലേക്ക് വി വി രാജേഷിന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്നും വാർത്തകളിൽ നിർത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് സുഗതനെയും. വെറും ഒരു കൗൺസിലർ ആയിരുന്ന സുഗതനെ ഇപ്പൊ നരേന്ദ്രമോദി, അമിത്ഷാ വരെ അറിയുന്ന ഘട്ടം എത്തിച്ചു എന്നുള്ളതാണ് ഇവരെല്ലാം ചേർന്ന്. ഏതായാലും നല്ല PR ആണ്. പൈസ കൊടുത്ത് PR ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർക്കും പൈസ കൊടുത്ത് PR ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പറയരുത്. കാരണം പലരും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്, ഇവിടെ കേരളത്തിൽ നിന്നുള്ള പണം കൊണ്ടാണ് പാവം നമ്മുടെ ഡൽഹിയിലെ AKG ഭവന്റെ പോലും വൈദ്യുതി ബില്ലുകൾ അടച്ചുകൊണ്ടിരുന്നത്. സത്യം, വൈദ്യുതി ബില്ല് അടയ്ക്കാൻ കാശില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അവർക്ക്. അത് യാതൊരു കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള പണം കൊണ്ടാണ് വൈദ്യുതി ബില്ലൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ പാളയത്തു നിന്നുള്ള പിരിവെല്ലാം നഷ്ടപ്പെട്ടു. ഈ അഴിമതി കാണിച്ച സഖാക്കന്മാർ, പല സഖാക്കന്മാരെയും അഴിമതിയുടെ ഇടനിലക്കാരായി വെച്ചിരുന്നു. ആ സഖാക്കന്മാരുടെ നിന്നൊക്കെ കാശൊക്കെ കിട്ടുമായിരുന്നു. ചില കെട്ടിടങ്ങൾ എടുത്ത് മറിച്ചു വിൽക്കുക, മറിച്ച് വിൽക്കുകയല്ല, മറിച്ച് ഇതിന് കൊടുക്കുക, റെന്റിന് കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ. അതെല്ലാം മേയർ ഇത് കണ്ടുപിടിക്കുകയും അതിന് നടപടി എടുക്കുകയും ചെയ്തു. പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങൾ കൈവശപ്പെടുത്തി, ചില കെട്ടിടങ്ങൾ കൈവശപ്പെടുത്തി പാർട്ടി ഓഫീസുകളായി വെച്ചിരുന്നു. കാലക്രമേണ അത് ഓഫീസായി പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ AKG സെന്ററിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന കണ്ടില്ലേ? കേരള സർവകലാശാലയുടെ ഭൂമിയെ സംബന്ധിച്ച് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലായിടത്തു നിന്നും അടിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അവരെ തിരിച്ചടികൾ ഇങ്ങനെ വല്ലാതെ CPM-നെ അലട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണെങ്കിലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിലും ഇവർക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഒരു പണിയുമില്ല, സത്യത്തിൽ യാതൊരു പണിയുമില്ല. നേരത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടായിരുന്നതിന് ഒന്നും പറഞ്ഞാൽ ക്ലിക്ക് ആകത്തോണ്ട് ഒരു പണിയില്ല. അപ്പൊ രാവിലെ ഇപ്പൊ CPM സഖാക്കന്മാർ ചെയ്യുന്ന ഒരു കൂട്ടം സഖാക്കന്മാർ എല്ലാ വീടുകളിൽ നിന്നും വേസ്റ്റ് ശേഖരിച്ച് ഒന്നുകിൽ രാത്രിയിലായിരിക്കും, അർദ്ധരാത്രിയിലോ അല്ലെ വെളുപ്പം കാലത്തോ ഒക്കെ വീട്ടിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് നാട്ടിലുള്ള ആമയിഴഞ്ചത്തോട്ടിലും മറ്റു തോടുകളിലും ഒക്കെ കൊണ്ടുപോകും. അപ്പൊ അടുത്ത ബാച്ച് സഖാക്കന്മാർ, ഈ കൊണ്ടുപോകുന്ന സഖാക്കന്മാർ അത് അവിടെ ഇട്ടിട്ട് പോകുമ്പോഴത്തെ അടുത്ത ബാച്ച് സഖാക്കന്മാർ റെഡിയാകും അവിടെ സമരം ചെയ്യാൻ. അത് VV രാജേഷിന്റെ തലയിൽ വെക്കാൻ നോക്കും. അടുത്തത് ആരെങ്കിലും വന്നാൽ മാലിന്യം കൂട്ട സഖാക്കന്മാർ. നമ്മളിത് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനിടയിലാണ് തെരുവ് നായ്ക്കളെ ഫലപ്രദമായി, കാരണം ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തെരുവ് നായ്ക്കളെ ഇങ്ങനെ ഫലപ്രദമായി മാറ്റാൻ കഴിയും എന്നുള്ള കാര്യം ഇവരാരും വിചാരിച്ചില്ല. VV രാജേഷിന് ഗുണകരമായി മറ്റൊരു പ്രധാനപ്പെട്ട കോടതി വിധി കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി വിധി കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കറിയാം തെരുവ് നായ്ക്കളുടെ ശല്യം എത്രത്തോളം ക്രൂരവും ഭീകരവുമായിരുന്നു നമുക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ തന്നെ ആ പുല്ലാന്നിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ്. പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ നായയുടെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരെ കണ്ണും മുഖവും ഒക്കെ കീറി എറിഞ്ഞ് വലിച്ചു പറിച്ചുകൊണ്ട് മാംസമൊക്കെ പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോ അത് ആ സമയത്ത് ഒരു വലിയ പേപ്പട്ടിയല്ല പട്ടികളുടെ ആക്രമണം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഫലപ്രദമായി തടയാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തടയാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ എല്ലാ ദിവസവും ഏറെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന UDF. അവിടെ ശബരിനാഥന്റെ വിഷയം വ്യത്യസ്തമാണ്. അത് രാഷ്ട്രീയ വിഷയമല്ല. സത്യത്തിൽ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥന്റെ കൂടെയുള്ളവരെല്ലാം ഒരു മന്ത്രിയുടെ മകനായിരുന്നു, ദീർഘകാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനായിരുന്നു, ഒരു IAS-കാരുടെ ഭർത്താവാണ്. ചെയ്യാൻ സത്യത്തിൽ ഒരു പണിയുമില്ലാത്തൊരവസ്ഥയിൽ ശബരിനാഥൻ നിൽക്കുന്നു. ആകെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു കൗൺസിലർ സ്ഥാനം മാത്രമാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂ പോലും എനിക്ക് തോന്നുന്നു അടുത്ത 5-6 വർഷത്തിനിടയിൽ ശബരിനാഥൻ ഒരു ഇന്റർവ്യൂ കിട്ടിയ കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അത് ഈ സുഗതന്റെ കാര്യത്തിലാണ്. സുഗതനെ ആക്രമിക്കുന്നു, സുഗതനെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവിടെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂ എങ്കിലും സുഗതന് ജാമ്യം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞ ദിവസം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോ M. ലിജു അടക്കം ആദ്യത്തെ തവണ മത്സരിച്ചവരൊക്കെ മന്ത്രിയായി പോയി. ഇപ്പൊ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥൻ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം, അടുത്ത തവണയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ ശബരിനാഥനെ പിടിച്ചു നിന്നേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ശബരിനാഥൻ കാണിക്കുന്ന ഗിമ്മിക്കുകളാണ് ഇതെല്ലാം. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ CPM-ന്റെ പ്രശ്നമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരടി BJP-യെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ എന്നും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും യാതൊരു തരത്തിലും അത് BJP-യെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനിടയിലാണ് ഈ പറയപ്പെടുന്ന നായപ്രേമികളുടെ സംഘം ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നായകളെ കാണണം, തെരുവ് നായ്ക്കൾ എവിടെ പോയി എന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘം VV രാജേഷിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. ഇന്ന് വരെ VV രാജേഷ് ദേഷ്യപ്പെട്ട് നമ്മളാരും കണ്ടിട്ടില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോലും ഏറ്റവും മോശം ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിനെ വളരെ സംയമനത്തോടെ നേരിടുന്ന VV രാജേഷിനെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ VV രാജേഷ് വളരെ മോശമായ രീതിയിൽ ഇടപെട്ടു, മോശമായ രീതിയിൽ പറഞ്ഞു, ഈ നായ്ക്കളെ എവിടെ കൊണ്ടുപോകുന്നു, നായ്ക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നായപ്രേമി സംഘം എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും മറ്റുള്ള കാര്യം, അതായത് ഈ വേസ്റ്റിന്റെ ഇനി പണി നടക്കൂല. കാരണം വേസ്റ്റ് കൊണ്ടിട്ട് ആൾക്കാര് പിടിച്ചു കഴിഞ്ഞു, ഓൾറെഡി പിടിച്ചു കഴിഞ്ഞപ്പോ ഇനി ഒരു അടുത്ത വേസ്റ്റ് തള്ളാൻ പോകുമ്പോൾ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ അതങ്ങ് തീർന്നു. അതിന്റെ ഒരു ഇടപാട് ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക. ഇനി അടുത്ത പടിയാണ് ഈ നായപ്രേമി സംഘത്തെ പുറത്തിറക്കുക എന്നുള്ളത്. സത്യത്തിൽ ഒരു സിനിമ പോലെയല്ലേ? ആലോചിച്ച് നോക്കും. നമ്മളിത് സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ.
ഇങ്ങനെ രാഷ്ട്രീയപരമായി ഇത്രത്തോളം ക്രൂക്കഡായി ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സിനിമാ തിരക്കഥകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും കാണാത്ത പലതും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വി രാജേഷ് എന്ന് പറയുന്നത്. വി രാജേഷിനെ തകർക്കുക, അതുവഴി കോർപ്പറേഷനെ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിടുക, കോർപ്പറേഷൻ ഭരണം മോശമാണെന്ന് സ്ഥാപിക്കുക, ഇതൊക്കെ ആദ്യം മുതലേ ഉണ്ട്. ആറ്റുകാൽ പൊങ്കാല മുതലേ ഇതുണ്ട്. സത്യത്തിൽ ഇത് കൂടുതൽ കേരളത്തിൽ ഈ BJP ഇതുപോലെ തന്നെ BJPയുടെ മേയറെ പോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. രണ്ട് കാരണം കൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ ആര്യ രാജേന്ദ്രൻ ചർച്ച ചെയ്യപ്പെട്ടത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വേറെ മേയർ ഉണ്ട്, അതിലും പ്രായം കുറഞ്ഞ മേയർ ഉണ്ടായിരുന്നു അന്നേ. പക്ഷെ CPM-കാർക്കുണ്ടല്ലോ നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കരാണ്. അതുകൊണ്ട് ആ നറേറ്റീവ് അവർ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ ആൾക്കാർക്ക് അറിയുന്നവർക്ക് അറിയാൻ വേറെ മേയർ ഉണ്ടായിരുന്നു. എങ്കിലും ഈ പ്രക്രിയകൾ, മേയറുടെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ, അതുപോലെ ഡ്രൈവർ യതുമായിട്ടുള്ള പ്രശ്നമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം പക്വതയുള്ള, കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെ അതുപോലെ കാണാൻ ശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ല പക്വമായ രാഷ്ട്രീയ ബോധ്യത്തിനുടമയായ വി രാജേഷ് വന്നപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വി രാജേഷിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് CPM-ന് മനസ്സിലായി. CPM-ന്റെ അഴിമതികൾ ഒന്നായി പൊളിയുന്നു എന്ന് CPM-ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയ നായപ്രേമി സംഘം അവരുടെ വിഷ്വൽ കൂടി ഇതിനകത്തൊന്ന് കാണിക്കണം, അവർ പറയുന്നത് കൂടി ഒന്ന് കേൾപ്പിക്കണം. പെട്ടെന്നൊരു നായപ്രേമം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നേരത്തെ ഇവർ നായകളെ തിരക്കി വന്നിട്ടില്ല. റോഡ് മുഴുവൻ നായകള്, മുക്കിന് നായകൾ നിന്ന സമയത്ത് ഇവർക്ക് നായകളെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴവർക്ക് നായകളെ കാണണം, നായകൾ എവിടെയാണെന്ന് അറിയണം, നായകളുടെ സംരക്ഷണം ഏറ്റെടുക്കും. സത്യത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ ഈ വരുന്നവർക്ക് സംരക്ഷണം, ഈ വരുന്നവർക്ക് നായകളോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ 10 നായകളെ വെച്ച് ഓരോരുത്തരും വീട്ടിൽ കൊണ്ടുപോയി വളർത്തട്ടെ. അതല്ലേ നല്ല കാര്യം. മേയറോട് ഒരു 10 നായ എനിക്ക് തന്നേക്കു, ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോയി വളർത്തൂ, ഇത്രയധികം സ്നേഹമുള്ളവർ. അപ്പോ ഈ നായകളെ എത്രമാത്രം മനുഷ്യന് ശല്യമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമായ കാര്യമാണ്. നായകളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കൂടെ ഓടിക്കൂടും തെറി വിളിക്കാൻ. മനുഷ്യരെ പറയുന്നതിനെക്കാട്ടിൽ വലിയ ദുരന്തമുണ്ടാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മനുഷ്യരെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നായകളെ പറഞ്ഞാൽ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. നായകൾ ഏതായാലും പ്രതികരിക്കാൻ വരില്ല എന്നുള്ളതാണ്. നായകൾ തെറി വിളിക്കാൻ വരില്ല, അല്പം ഒന്ന് കുറച്ചേച്ച് പോയേക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നായകൾക്ക് തെറി അറിയാത്ത കഴിഞ്ഞ 2-3 മാസമായിട്ട് തെരുവ് നായയുടെ ആക്രമണം, ഗുരുതര പരിക്ക് എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ വളരെ കുറവാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ മറ്റു ജില്ലകളിൽ ആ വാർത്ത വന്നാലും തിരുവനന്തപുരത്ത് നഗരത്തിനുള്ളിൽ ഇത്തരം വാർത്തകൾ വളരെ കുറവാണ്. കാരണം അതിന് വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു നടപടികൾ അത് ശക്തമാക്കിയത് കൊണ്ടല്ലേ അങ്ങനെ ഒരു വാർത്ത, അതായത് വാർത്ത വരിക എന്നുള്ളതല്ല, അത്തരം സംഭവങ്ങൾ വീണ്ടും 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 വർദ്ധിക്കാതെ ഇരിക്കുന്നത്. തീർച്ചയായും വി രാജേഷ് നമ്മൾ അതിനൊരു ചെറിയ കാര്യമായി കാണണ്ട. വി രാജേഷ് ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരണം ചെയ്ത് ആ തെരുവ് നായ്ക്കളെ എവിടെങ്കിലും ഷെൽട്ടറിലൊക്കെ അടയ്ക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ, ഈ വന്നവരുടെ പിന്നിൽ CPM മാത്രമല്ല, ഒരു വലിയ ലോബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വാക്സിൻ ലോബി ഒരു വലിയ ലോബിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരുവ് നായ്ക്കൾ മനുഷ്യരെ കടിച്ചെങ്കിൽ മാത്രമേ അവരുടെ വാക്സിൻ വിറ്റുപോകൂ. അപ്പൊ ഈ വാക്സിൻ ലോബി എപ്പോഴും തെരുവ് നായ്ക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായിട്ടാണ് സാധാരണഗതിയിൽ വരാറ്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരും ഇതിന്റെ പിറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും വി രാജേഷ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഘട്ടത്തിലും, ഓരോ സെക്കൻഡിലും വി രാജേഷ് അതീവ ശ്രദ്ധയോടുകൂടി പോകണം. കാരണം ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളൊന്നും അത്ര നല്ല സംഘങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാക്സിൻ ലോബി ആണെങ്കിലും അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ തിരക്കിറങ്ങുന്നവരാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട ആൾക്കാരാണ്. ആരോ ഒരു കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞു വിടുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം CPM കൂടും, ഒപ്പം ഇന്ത്യ മുന്നണി കോൺഗ്രസും കൂടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കാര്യത്തിലും CPM-ന് ആശീർവാദം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വി രാജേഷ് ശ്രദ്ധിക്കണം. ഏതായാലും വി രാജേഷിന്റെ ഇമേജ് മോശമാക്കാനാണ് ഇപ്പോൾ ഈ നായെ തറക്കെ ഇറങ്ങിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.